നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് തൃശ്ശൂരാണ്. ബി.ജെ.പിയും ബി.ജെ.പി കേന്ദ്രങ്ങളും അത് ആഘോഷിച്ച് കൊണ്ടിരിക്കുകയാണ്. ആ വിജയം എങ്ങനെയാണ്? തൃശ്ശൂരിൽ ബി.ജെ.പി വിജയിച്ചത് എങ്ങനെയാണെന്ന സംശയം പലർക്കുമുണ്ട്. എന്നാൽ അതിന് അവസരം നൽകിയത് കോൺഗ്രസ് ആണെന്നും അതിന് തെളിവാണ് കോൺഗ്രസിന് ലഭിച്ച അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ലഭിച്ച വോട്ടുകളിൽ ഉണ്ടായ വലിയ കുറവും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ വർദ്ധിക്കാൻ ഇടയായതും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ DCC ഓഫീസിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ DCC ഓഫീസിൽ നടന്ന കയ്യാങ്കളി നടക്കുകയും നേതാക്കളെ അവസാനം പുറത്താക്കുകയും ഒക്കെ ചെയ്തതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നിയമസഭയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് പല കാര്യങ്ങളിലും മാഷ് കോൺഗ്രസിനെ നേരിട്ടത്. കഴിഞ്ഞ പ്രാവശ്യം UDF-ന് 123 സീറ്റാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ മുൻകൈ. കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇപ്പോൾ പുതുതായിട്ടൊരു ചിത്രമൊന്നുമല്ലല്ലോ. 123 സീറ്റിൽ നിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു. അവിടെ ഒരു സീറ്റ് മാത്രമേ BJP-ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നിങ്ങൾക്ക് 111 സീറ്റിലാണ് ഭൂരിപക്ഷം. അത്രയില്ലാർസം. എന്നാൽ ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യം, BJP-ക്ക് 11 സീറ്റിൽ ഭൂരിപക്ഷമുണ്ട്. VD സതീശൻ ഉൾപ്പെടെ പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ നമ്പർ 1 ശത്രു CPM ആണ്. BJP പറഞ്ഞു ഞങ്ങളുടെ നമ്പർ 1 ശത്രു CPM ആണ്. നിങ്ങൾ തമ്മിൽ ആശയ ഐക്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ആശയ ഐക്യത്തിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായേ? ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി. നിങ്ങൾ മനസ്സിലാക്കണം, തൃശ്ശൂർ എന്താ സംഭവിച്ചത്? തൃശ്ശൂർ സംഭവം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ 2018 അല്ല 2019 ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? നിങ്ങൾക്ക് 9.81% വോട്ടാ കുറഞ്ഞത്. 86,965 വോട്ട് നിങ്ങൾ കുറഞ്ഞു. എവിടെയാ പോയ ഈ വോട്ടെല്ലാം? ഞാൻ കൃത്യമായി എഴുതി വെച്ച നമ്പർ 86,965 വോട്ട് നിങ്ങൾക്ക് UDF-ന് കുറഞ്ഞു. ഈ വോട്ട് എവിടെ പോയി? അവിടെ ഞാൻ പറയാം, ഞങ്ങൾക്ക് കുറഞ്ഞ വോട്ട് ഞാൻ പറയാം. അവിടെ ഞങ്ങൾക്ക് 16,206 വോട്ട് കൂടുതൽ കിട്ടി. കൂടുതൽ കിട്ടി. 16,226 വോട്ട് കൂടുതൽ കിട്ടി. പിന്നെ അടുത്തത് BJP-ക്ക് 1,18,546 വോട്ട് കിട്ടി. 1,00,000-ലധികം വോട്ട് അവർക്ക് കിട്ടി. ഞാൻ പറഞ്ഞു വരുമ്പോൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. UDF-കാർ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾക്ക് 86,000 വോട്ട് കുറയുന്ന സാഹചര്യത്തിൽ 74,000 വോട്ടിന് അവിടെ BJP ജയിച്ചു. അതിനെ അവരെ ജയിപ്പിച്ചതിന് ഉത്തരവാദി ഇത് നിയമത്തെ ഇത് തന്നെയാണ്. ഒരാജഗോപാലൻ ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്പർ 1 ശത്രു CPM കോൺഗ്രസിന്, BJP-ക്ക് നമ്പർ 1 ശത്രു CPM. രണ്ടും കൂടി ഐക്യധാര രൂപപ്പെടുകയാണ്. അത് നിങ്ങൾ മേലെയില്ലെങ്കിലും താഴത്ത് വരികയാണ്, ശക്തി രാഷ്ട്രീയമായിട്ട് രൂപപ്പെട്ട് വരികയാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് UDF-ന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, ഈ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടും കുറച്ച് ചോർന്നിട്ടുണ്ട്. ഞാനത് സമ്മതിക്കാതിരിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതലാണ് വോട്ട് കിട്ടിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ തിരുവനന്തപുരത്തിൽ ഓരോന്നോരോന്നായിട്ട് പറയാം. 2 മിനിറ്റ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, സൂക്ഷ്മമായിട്ട് കേൾക്ക്. 11 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അവിടെ ആകെ എന്തായിരിക്കുന്നു? മണ്ഡലാടിസ്ഥാനത്തിൽ തല്ല്, ജില്ലാടിസ്ഥാനത്തിൽ അടി, രാജിവെപ്പ്, സസ്പെൻഷൻ, അന്വേഷണ കമ്മീഷൻ, ഇതെല്ലാം കൂടി ചേർന്ന് പോവുകയാണല്ലോ. അവിടെ ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്നതോറും BJP-ക്ക് വോട്ട് മാറ്റിയതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതേ മത്സരിച്ച മുരളീധരൻ തന്നെ ഞാൻ രാഷ്ട്രീയ മതിയാക്കിയിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. സങ്കീർണതയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും. 11 നിയോജക മണ്ഡലത്തിൽ BJP-ക്ക് മുൻകൈയുണ്ട്. ആ 11 നിയോജക മണ്ഡലവും ഞാൻ പറയാം. 1 ഗുരുവായൂർ. കോൺഗ്രസിന്റെ എത്ര വോട്ടാ പോയേ? 7,235 വോട്ട് പോയി. എന്നിട്ട് അവിടെ 11,082 വോട്ട് 11,082 വോട്ട് BJP-ക്ക് അധികമായി. ഈ കണക്കും കൂടി ഒന്ന് പറട്ടെ, ഈ കണക്കും കൂടി ഒന്ന് പറഞ്ഞോട്ടെ.
അതായത് ഗുരുവായൂരുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി ആര് UDF ഞാൻ പറയുന്നത് എവിടെ പോയി എന്നാ പറഞ്ഞ വോട്ട്, ആ വോട്ട് എവിടെ പോയി എന്ന് പറ. ഞാൻ ഓരോന്നും പറയാം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ. നിങ്ങൾ ഇവിടെ പ്രതിപക്ഷ നേതാവും ഇന്ന് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഴയ പ്രതിപക്ഷ നേതാവും എല്ലാം പ്രസംഗിക്കുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവരും പ്രസംഗിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഞാൻ ഒരു കാര്യം പറയാണ്, ഇതാ നമ്പർ. ഗുരുവായൂർ ഞാൻ പറഞ്ഞു 7235 വോട്ട് പോയി. മണലൂര് 12523 വോട്ട് പോയി കോൺഗ്രസിന്. കഴിഞ്ഞ പ്രാവശ്യം 2019 താരതമ്യം ചെയ്തിട്ട് ഞാൻ പറയുന്നത് 3. ഒല്ലൂര് അവിടെ 15726 വോട്ട് UDFന്റെ വോട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ തൃശ്ശൂര് 14728 വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു. അതുപോലെ നാട്ടിക 14363 വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു. ഇരിങ്ങാലക്കുട 10952 വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു. ആറ്റിങ്ങൽ 8039 വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു. കാട്ടാക്കട 8907 വോട്ട് അവിടെ കുറഞ്ഞു. കഴക്കൂട്ടം 7362 വോട്ട് അവിടെ കുറഞ്ഞു. വട്ടിയൂർക്കാവ് 8682 വോട്ട് അവിടെ കുറഞ്ഞു. നിയമം 7371 വോട്ടും കുറഞ്ഞു. ഇതെല്ലാം ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ വോട്ടിൽ വന്ന കുറവാണ്. കോൺഗ്രസിന്റെ ഞാൻ സുഹൃത്തെ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് ആ വോട്ടെല്ലാം BJPക്ക് കിട്ടിയപ്പോഴാണ് BJP 1ാം സ്ഥാനത്തേക്ക് വരുന്നത്. ഇതാ പ്രശ്നം, ഇതാണ് നിങ്ങളുടെ നിലപാട്. ഞാൻ നേരത്തെ ഷംസുദ്ദീൻ പറഞ്ഞപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞപ്പോഴും നിങ്ങൾ വലിയ ആഹ്ലാദത്തിലാണല്ലോ. അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല ഇപ്പോഴും. സത്യം പറഞ്ഞാൽ BJPയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് അനുകൂലമായ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് കോൺഗ്രസിന്റെ ഈ 11 മണ്ഡലത്തിൽ മാത്രമല്ല നിരവധി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം കാണണം. അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഇവിടെ എല്ലാവരുടെയും ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ സംവിധാനത്തിനും ഭരണഘടനാ സംവിധാനത്തിനുമാകെ എതിരായിട്ട് നിൽക്കുന്ന BJPയുടെ ഈ മുന്നേറ്റം അതിശക്തിയായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ്. അതിന് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തിരിച്ചറിയും വേണ്ട. നേരത്തെ 123 പിന്നോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ 99 തിരിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ ഒരു ഭാഗത്ത് വിമർശിക്കുമ്പോൾ ഇടതുമുന്നണിക്കുണ്ടായ തോൽവിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ യാതൊരു സംശയമില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഷംസുദ്ദീൻ പറയുമ്പോഴും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും വലിയ ആവേശത്തിലാണ്. നിങ്ങൾ തോറ്റ് തുന്നമ്പാടി, എന്നിട്ടാണ് അടുത്ത പദം ഉപയോഗിച്ചത്. അത് പിന്നീട് പിൻവലിച്ചു. അത്ര വലിയ ആവേശത്തിലേക്ക് പോകേണ്ടില്ല. കാരണം കോൺഗ്രസ് ഇതിനു മുമ്പ് എത്ര ഗൗരവതരമായ തോൽവിയുണ്ടായിട്ട് പാർലമെന്റിൽ 2004 നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നില്ല MP ആയിട്ട്. കേരളത്തിന്റെ ചിത്രമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടായിരുന്നില്ല 2004. ഞങ്ങൾ 1977 ഒരാളും ജയിച്ചിരുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതി തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഞങ്ങളും പൂർണ്ണമായി തോറ്റിട്ടുണ്ട്, നിങ്ങളും പൂർണ്ണമായിട്ട് തോറ്റിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഞങ്ങളുടെ പരാജയം സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാത്ത പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിശോധന നടത്തും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അത് ഗവൺമെന്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാട് വന്നപ്പോൾ കൈകാര്യം ചെയ്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും. എല്ലാം പരിശോധിച്ചുകൊണ്ട് ശക്തിയായ ഒരു തിരിച്ചുവരവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമാണ്. തിരിച്ചുവരവിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ മുമ്പും ഇതേപോലെ തന്നെയാണ് തിരിച്ചുവരവുണ്ടായത്. ഇവിടെ കോൺഗ്രസിന്റെ തന്നെ ഉന്നത നേതാവ് ഇവിടെ വന്ന് കണ്ണൂർ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ച തുടർച്ചയായി എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കുകയുണ്ടായി. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഏത് കേസാണ്ടായിരുന്നത്? ഏത് FIR ഉണ്ടായിരുന്നത്? അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായ ഒരു രീതി വേണമായിരുന്നു അദ്ദേഹത്തിന്. ഇവിടെ നിങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടായി കൊടുത്തിട്ടുള്ള ഒരു ആശയമാണ് അദ്ദേഹം ആ രീതിയിൽ പ്രസംഗിച്ചത്. രാവിലെ ലീഗ് MLA ഷംസുദ്ദീൻ അടക്കമുള്ളവർ നടത്തിയ ചില പ്രയോഗങ്ങൾക്കെതിരെയും മാഷ്
രംഗത്ത് എത്തുകയും ചെയ്തു. അതായത് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM അത് തിരിച്ചു വരിക തന്നെ ചെയ്യും, അത് കാലം തെളിയിച്ചിട്ടുള്ളതാണ് എന്നുമാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെക്കുന്നത്.